ഒരു പുരുഷനെ പോലും കാണിക്കാതെയാണ് സിനിമയുടെ അവസാനം വരെ വരുന്നത്. അതുകൊണ്ട് മാത്രമേ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാവുന്നില്ല. നല്ലൊരു അറ്റംപ്റ്റ് ആണ് സിനിമ. പക്ഷേ നമ്മൾ ഈ B32 ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടേ ഗവൺമെൻറ്റിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവും. അത് സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ഓഡിയൻസിനൊട്ടും കൺവീൻസ് ആയില്ല. അതെ, സിനിമ പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കിട്ടണമല്ലോ. ആ ഒരു പൊളിറ്റിക്സ് വ്യക്തമല്ല. അപ്പോഴും സിനിമയിൽ പറയുന്ന ചില ചെറിയ ഡയലോഗ്സ് പോലും പൊളിറ്റിക്കൽ ഇൻകറക്റ്റേഴ്സുകളും ഉണ്ട്. സിനിമ പറയുന്ന രാഷ്ട്രീയം വ്യക്തമല്ല. ഒരു പുരുഷനെ പോലും കാണിക്കാതെയാണ് സിനിമയുടെ അവസാനം വരെ വരുന്നത്. അതുകൊണ്ട് മാത്രമേ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാവുന്നില്ല. പറയുന്ന രാഷ്ട്രീയം ഫെമിനിസം ഇസ് ഈക്വാലിറ്റി, റൈറ്റ്? അപ്പോഴും സ്ത്രീയുടെ പ്രാധാന്യം കാണണം. സിനിമയിൽ അതില്ല, വ്യക്തമല്ല. ഫെമിനിസ്റ്റ് ഫാത്തിമ നമ്മൾ കണ്ടൊരു സിനിമയാണ്. പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു അവാർഡ് കാറ്റഗറിയാണ്. പക്ഷെ ആ സിനിമ സ്റ്റിൽ ഭയങ്കര സ്ലോ മൂഡാണെങ്കിൽ സ്റ്റിൽ എൻഗേജിങ് ആയിരുന്നു ഓരോ സീനും. തിയേറ്റർ ഇറങ്ങി അതിപ്പം സ്റ്റിൽ ഭയങ്കര ഡ്രാമയാണെങ്കിലും കുറച്ച് എൻഗേജിങ്. അതെ, അത് ഡ്രാമയാണെങ്കിലും എൻഗേജിങ് ആയിരുന്നു. അത് പറയുന്ന രാഷ്ട്രീയമുണ്ട്, ഇതിലെ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. നല്ലൊരു ശ്രമമാണ്, പക്ഷേ ആസ്വാദകർക്ക് കുറച്ച് കഠിനമായ ശ്രമമാണ്. നല്ലൊരു ശ്രമം എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ. പോയിട്ട് അത്രയും പ്രശംസ കിട്ടിയ സിനിമയല്ലേ? അല്ല, നമ്മളും IFFKക്കും IDSFKക്കും ഒക്കെ പടങ്ങൾ കാണുന്ന ഓഡിയൻസാണ്. അപ്പം അങ്ങനെ അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സിനിമകളും ആർട്ട് മൂവീസും കാണുന്ന ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നേരിയ നിരാശയാണ്. പക്ഷെ ഒരു നല്ല ശ്രമമാണ്. പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. വ്യക്തത വേണമെന്ന് നിർബന്ധമില്ല ആർട്ട് മൂവീസിന്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പോലും അത് പറയാൻ ആ ശ്രമം വിജയിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെയുള്ളൊരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇല്ല, കുഴപ്പമില്ലാത്തൊരു സിനിമ. 1.5 മണിക്കൂറേ ഉള്ളൂ. കൂടുതൽ ആൾക്കാർ വന്ന് കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതിൽ കുഴപ്പമില്ലാത്തൊരു മെസ്സേജ് ഉണ്ട്. ഇത് പല സിനിമകളുണ്ട്. അബലയായ സ്ത്രീ എപ്പോഴും ഈ വുമൺ തിയേറ്റർ മൂവി വയ്ക്കുമ്പോൾ എപ്പോഴും സ്ത്രീ അബലയാണ്. അപ്പോൾ ആ സ്ത്രീനെ ചൂഷണം ചെയ്യുന്ന ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി കാണും. അതിൽ കൂടെ ആ സ്ത്രീ വളരെ സ്ട്രെങ്തോടെ അതിന് പുറത്ത് ചാടാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങളാണ് മിക്കുള്ള സിനിമയിലും കാണിക്കുന്നത്. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ കാണിച്ചേക്കുന്ന രീതി ഡിഫറെൻ്റാണ്. ചില സിനിമകളിലൊക്കെ അബലയായ സ്ത്രീ പുറത്ത് വരാൻ കാണിക്കുന്നത് മാർഷൽ ആർട്സിൽ വരി ചിലപ്പം ബോയ് ഫ്രണ്ടിനോ ഭർത്താവിനെ ഇടിക്കും അല്ലെങ്കിൽ കൊല്ലും. അതാണ് സ്ത്രീയുടെ ശക്തി കാണിക്കുന്നത്, ഫ്രീഡം കാണിക്കുന്നത്. അല്ലെങ്കിൽ ചില സിനിമകളിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ ഇട്ടിട്ട് ചിലപ്പം വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയി ഡാൻസ് ചെയ്ത് അങ്ങ് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് അവസാനം ദി എക്സ്പ്ലോഷൻ ഓഫ് ഫ്രീഡം ഫോർ വുമൺ ഇൻ വുമൺഹുഡ് കാണിക്കുന്നത്. ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അബലയ സ്ത്രീയുടെ ഒരു കഥ പറയുന്നുണ്ട്. societal pressures, familial pressures coming maybe because of her own decisions and maybe because of the relationship she's been having. അതിന് കൂടെ വരുന്ന പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇവിടെയും സ്ത്രീന് ഒരു ഫ്രീഡം കിട്ടുന്നൊരു ഇത് കാണിക്കുന്നത്. അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണുമ്പോൾ അത് മനസ്സിലാവും. വളരെ നാച്ചുറൽ, വളരെ എന്താ പറയുക, അത് ഒരു ഇൻസൾട്ടിങ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെ കാണിച്ചാൽ മതി. വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്.